ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. എനിക്ക് ഡെയിലി ഒരു കമൻറ്റെങ്കിലും മിനിമം വരുമായിരുന്നു നമ്മുടെ പഞ്ച് ഫേസ് ലിഫ്റ്റിനെ പറ്റി ചോദിച്ചുകൊണ്ട്. സത്യം പറഞ്ഞാൽ പഞ്ച് ഇറക്കിയിട്ട് ഇത്രയും കാലമായിട്ട് ടാറ്റ എന്തുകൊണ്ട് ഇത് ഇറക്കിയില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. പഞ്ച് ഇവിയിൽ നമ്മളതിൻ്റെ പുതിയ ഫ്രണ്ട് ഫേസ്, അതുപോലെ ഡിസൈനിൽ, അതായത് ഇൻറ്റീരിയറിലുള്ള വ്യത്യാസങ്ങൾ, ഫീച്ചേഴ്സിലുള്ള വ്യത്യാസങ്ങളെല്ലാം കണ്ടതാണ്. സത്യം പറഞ്ഞാൽ അത് ഇറക്കിയ ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ നോർമൽ പഞ്ചിലും ഫേസ് ലിഫ്റ്റ് കൊടുക്കേണ്ടതായിരുന്നു. അതവർ ചെയ്തില്ല. അതിന് പകരം ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഫേസ് ലിഫ്റ്റ് വരാൻ പോകുന്നത്. എന്തായാലും പഞ്ച് ഫേസ് ലിഫ്റ്റ് വരുന്നു എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതിൻ്റെ ലീക്ക് ഇമേജസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് എക്സ്റ്റീരിയർ മാത്രമല്ല, ഇൻറ്റീരിയർ മൊത്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ സത്യം പറഞ്ഞ വണ്ടി കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. കാരണം നമ്മളിപ്പോൾ എൽട്രോസ് ഫേസ് ലിഫ്റ്റ് കണ്ടതുപോലെ അത്രയും മേജറായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ അവർ ഇതിനകത്ത് ചെയ്തിട്ടില്ല. എൽട്രോസിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റ് തന്നെയായിരുന്നു എന്ന് പറയായിരുന്നു, ഈവൻ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും. ഈ വണ്ടി പക്ഷേ എക്സ്റ്റീരിയർ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു മാറ്റവും തോന്നിയില്ല. ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈൻ സെയിം ആണ്. ഈവൻ ഇതിൻ്റെ DRLസിൻ്റെ പ്ലേസ്മെൻറ്റ് സെയിം ആണ്. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ അവിടെ തന്നെ അവർ കൊടുത്തിരിക്കുന്നത് കാണാം. പഞ്ച് EV പോലെ അത്രയും സ്ലീക്ക് ആയിട്ടുള്ള DRLs ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ സാധാരണ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സും അതുപോലെ റിഫ്ലക്ടർ ബേസ്ഡ് ഹാലജൻ ലൈറ്റും ഒക്കെ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അതേ പ്ലേസ്മെൻറ്റാണ് ഫോഗ് ലാമ്പിൻ്റെയും വരുന്നത്. അതുപോലെ ORVMs, പിന്നെ നമ്മുടെ സൈഡ് ഡോർ ഹാൻഡിൽ ഒന്നും മാറിയിട്ടില്ല. എല്ലാം നോർമൽ എന്താണ് നേരത്തെ ഉണ്ടായിരുന്നത് അത് തന്നെയാണ്. അലോയ്സിൻ്റെ ഡിസൈൻ പോലും എനിക്ക് കണ്ടിട്ട് സെയിം ആയിട്ടാണ് ഈ ഇമേജിലൊക്കെ തോന്നിയത്. ഇനിയിപ്പോൾ അതവർ ലാസ്റ്റ് ആകുമ്പോഴേക്കും മാറ്റമൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒറ്റ നോട്ടത്തിൽ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം വന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതിപ്പോൾ ഇവർക്ക് ഇത്രയും ക്യാമോഫ്ലാജ് ഒന്നും ഇല്ലാതെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യായിരുന്നു. കാരണം വണ്ടി കണ്ട ആൾക്കാർക്ക് ഫേസ് ലിഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു വ്യത്യാസമൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെ തന്നെ ഇറക്കാനായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ ഇറക്കാമായിരുന്നല്ലോ എന്നുള്ളത്. എനിവേ അത് പോട്ടെ. ഫ്രണ്ടിൽ മാത്രമേ വ്യത്യാസമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ, ബാക്കിൽ കുറച്ചെങ്കിലും വ്യത്യാസം ഉണ്ടാവും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. പഞ്ച് EVയിലാണെങ്കിലും ഫ്രണ്ടിലായിരുന്നു മെയിനായിട്ട് വ്യത്യാസം വന്ന്, ബാക്കിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. അതിപ്പോൾ ഈ വണ്ടിയുടെ കേസിൽ അങ്ങനെ തന്നെയാണ്. സെയിം ടെയിൽ ലാംപ്സ് ആണ്. സത്യം പറഞ്ഞതൊക്കെ ബാക്കിലത്തെ ഡിസൈൻ വരെ മാറ്റാനുള്ള കുറച്ച് ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട് ഇത്തിരി മടുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഈ വണ്ടി ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നൊക്കെ ഉണ്ട്. 2024 ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി പഞ്ചൊക്കെ ആയിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഡിസൈൻ മാറ്റേണ്ട സമയമാകുമ്പോൾ കുറച്ചൊക്കെ മാറ്റണമല്ലോ. മാത്രമല്ല കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതും വണ്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമായിരിക്കും. പ്രൈസ് ഉറപ്പായിട്ടും കൂടും. പക്ഷേ ടോപ്പിന് എടുക്കുന്ന ആൾക്കാർ അത് എടുത്താൽ മതി. പൊതുവേ നമ്മൾ ആൾക്കാരെ കാണിക്കാൻ, ഇപ്പോൾ ഡീലർഷിപ്പിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് ആദ്യം തന്നെ ഇതാണ് സാർ നമ്മുടെ വണ്ടി പറഞ്ഞ് ബേസ് മോഡലല്ലോ കാണിക്കുന്നത്, ടോപ്പ് എൻഡ് തന്നെ ആയിരിക്കുമല്ലോ കാണിക്കുന്നത്. പിന്നെ അവരുടെ ഒരു പ്രൈസും ബഡ്ജറ്റൊക്കെ വെച്ചിട്ടാണ് വണ്ടി അവർ സെലക്ട് ചെയ്യുന്നത്. അത് അവരുടെ ഇഷ്ടം. പക്ഷേ കാണുമ്പോൾ ഉള്ളൊരു ഇൻട്രസ്റ്റിൽ നമുക്ക് ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ വണ്ടിക്കകത്ത് കയറുമ്പോൾ ഒരു ഫീൽ കിട്ടുന്ന ടോപ്പ് എൻഡ് തന്നെയാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എന്തായാലും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. എക്സ്റ്റീരിയർ പോലെ അത്രയും ഡിസപ്പോയിൻറ്റിംഗ് അല്ല ഇൻറ്റീരിയർ. പക്ഷേ സ്റ്റിൽ നമ്മൾ പഞ്ച് EVയിൽ എന്താണോ കണ്ടത് അതിൽ കൂടുതലായിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. ഈവൻ പഞ്ച് EVയിലാണെങ്കിലും അവർ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ലായിരുന്നു. അത് ഈ വാഹനത്തിലും ചെയ്തിട്ടില്ല. AC വെൻസിൻ്റെ ഡിസൈനൊക്കെ സെയിം തന്നെയാണ്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ പുതിയ 10.25 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10.25 ഇഞ്ചസിൻ്റെ ഇൻസ്റ്റൻറ്റ് ക്ലസ്റ്ററും അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ടാറ്റയുടെ നമ്മുടെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, അതായത് ആ ഗ്ലോസി ബ്ലാക്ക് പാനലൊക്കെ വരുന്ന, അകത്തും പുറത്തും വേറെ കളറൊക്കെയുള്ള അതേ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഈ വണ്ടിയിലും കൊടുത്തിരിക്കുന്നത്. അതും ഒരു അപ്ഡേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും, ഈവൻ നമ്മുടെ ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയ ടിയാഗോയിലും അവർ ഈ പുതിയ സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു പുതിയ കാര്യമൊന്നുമല്ല. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി നേരത്തെ ഉണ്ടായിരുന്ന പഞ്ച് പോലൊക്കെ തന്നെയാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. ചിലപ്പോൾ സീറ്റ്സിൻ്റെ ഡിസൈൻ നമുക്ക് പഞ്ച് EVയിൽ കിട്ടിയതുപോലെ കുറച്ച് വ്യത്യാസം വരുമായിരിക്കും. എൻ്റെ സീറ്റ്സിൻ്റെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. നമുക്ക് ഏകദേശം ഹാരിയറിലൊക്കെ കിട്ടിയതിൻ്റെ ഒരു മിനി വേർഷൻ പോലത്തെ ഡിസൈൻ ആയിരുന്നു സീറ്റ്സിൽ കൊടുത്തിരുന്നത്. ബാക്കി സാധനങ്ങളൊന്നും അങ്ങനെ പറയത്തക്ക വ്യത്യാസമില്ല. പിന്നെ നമുക്ക് ACയുടെ ക്ലൈമറ്റ് കൺട്രോൾ നോബ്സ്, അതും ഇതിൻ്റെ അകത്ത് ഇപ്രാവശ്യം അവർ മാറ്റിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടച്ച് ബേസ്ഡ് ആവുമായിരിക്കും മിക്കവാറും. അത്രയ്ക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ മാത്രമുള്ള കാര്യങ്ങളുള്ളൂ. ബാക്കി ഫീച്ചേഴ്സിലും അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. വെന്റിലേറ്റഡ് സീറ്റൊന്നും പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അവർ എൽട്രോസ് ഫേസ് ലിഫ്റ്റിൽ കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവരതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ അകത്ത് മിക്കവാറും വയർലെസ് ചാർജറൊക്കെ പഞ്ച് EVയിൽ കിട്ടുന്നുണ്ട്. അത് ഇതിൻ്റെ അകത്ത് വരുമായിരിക്കും. അതിന് പുറമെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ ഇലക്ട്രിക് വോയിസ് അസിസ്റ്റഡ്, സൺറൂഫ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അതൊക്കെ തീർച്ചയായും ഉണ്ടാവും. എനിക്ക് അറ്റ്ലീസ്റ്റ് പഞ്ച് EVയുടെ ഒരു ഫ്രണ്ട് ലുക്ക് പോലെങ്കിലും ഇതാക്കിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. LED ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഈ ഒരു കാലത്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും അവരുടെ ടെസ്റ്റിംഗ് മോഡലിൽ ഇല്ലായിരുന്നു. എനിവേ പോട്ടെ, നമുക്കിനി അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്ത് കൊളാക്കണ്ട.
എഞ്ചിൻ ഓപ്ഷൻസ് പറയാനാണെങ്കിൽ എൽട്രോസ് ഫേസ് ലിഫ്റ്റ് എടുത്ത് ടാറ്റ ഇറക്കിയതിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് മാത്രമാണ് കൊടുത്ത് ഒരു ടർബോ പെട്രോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ കേസിലും നമുക്കിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ആ സെയിം 1.2 ലിറ്റർ എവോട്ടറൻ പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. 3 സിലിണ്ടറാണ്, 86 PS പവറും 113 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവൽ 5 സ്പീഡ് AMT-ലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു CNG ഓപ്ഷൻ അവൈലബിൾ ആണ്. ടാറ്റയുടെ ട്വിൻ സിലിണ്ടർ ടെക്നോളജി ഒക്കെ വരുന്ന CNG ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബൂട്ട് സ്പേസ് നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അത്യാവശ്യം നല്ല ലഗേജ് സ്പേസ് വെച്ച് തന്നെ CNGയുടെ ആ ഒരു മൈലേജ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു എഞ്ചിനിൽ. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ CNG എടുക്കുകയാണെങ്കിൽ ആകെ 74 bhp എൻ്റെ അടുത്ത് പവർ ഉള്ളൂ. അതുകൊണ്ട് വലിയ പെർഫോമൻസ് ഒന്നും എന്തായാലും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇക്കോണമി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം വലിയ കുഴപ്പമില്ല. ഏകദേശം 1 ലക്ഷം രൂപയാണ് നമ്മളതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ കൊടുക്കേണ്ടത്. ഇനിയും ഏകദേശം CNGയുടെ പ്രൈസ് ഡിഫറൻസ് ഒക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ പുതിയ ഫേസ് ലിഫ്റ്റ് വരുന്ന സമയത്ത് വണ്ടിയുടെ ടോപ്പ് എൻഡിൻ്റെയൊക്കെ പ്രൈസ് കൂടിയാലേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ കാര്യമായിട്ടുള്ള നോർമൽ വേരിയൻസിൽ ചിലപ്പോൾ ഒരു 10,000-30,000 രൂപയിലും കൂടുമായിരിക്കും. അതിൽ കൂടുതലൊന്നും വ്യത്യാസം വരേണ്ട കാര്യമില്ല. കാരണം അത്രയൊന്നും വ്യത്യാസം ടോപ്പ് എൻഡിലല്ലാണ്ട് ഒരു വണ്ടിയിൽ തന്നെ വരുത്തിയിട്ടില്ല. ടർബോ പെട്രോൾ പിന്നെ പഞ്ചിൽ വരുമെന്ന് നമ്മൾ ഇടയ്ക്കൊരു കാലത്ത് പ്രതീക്ഷിച്ചിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ആ പ്രതീക്ഷയും എനിക്കില്ല. കാരണം അവർ എൽട്രോസിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന ടർബോ എടുത്ത് കളഞ്ഞിട്ടാണ് ഇപ്പം വണ്ടി പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത്. റേസറും ഡിസ്കണ്ടിന്യൂ ചെയ്തു. നേരത്തെ റേസറിൽ 120 bhp ടർബോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇതിനകത്തില്ല. ഡീസലും അവർ പഞ്ചിൽ കൊടുക്കുന്നില്ല. അതും വേണമെങ്കിൽ കൊടുക്കാവുന്നൊരു സംഭവമായിരുന്നു. സത്യം പറയുന്ന നല്ല ഓപ്ഷൻ ആയതിന്. ഡീസൽ എൽട്രോസ് എടുക്കുന്നവർക്ക് ഡീസൽ പഞ്ച് എടുക്കായിരുന്നു. കാരണം കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയതിന്. കാരണം നല്ല മൈലേജ് കിട്ടും. പിന്നെ ഈ പവറില്ല, പെട്രോളിന് പവറില്ല എന്ന് പറയുന്നവർക്ക് ഡീസലിൻ്റെ ഒരു മിഡ് റേഞ്ച് പഞ്ചൊക്കെ വരുമ്പോഴേക്കും നല്ല എൻ്റർടൈനിങ് ആയിരിക്കും ഓടിക്കാൻ. പിന്നെ ഇതിനകത്ത് 360° ക്യാമറ ആക്ച്വലി അവർ കൊടുക്കണ്ടായിരുന്നു. പക്ഷേ ഫേസ് ലിഫ്റ്റിൽ നമ്മൾ മിറർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബൾജിങ്ങും ഇല്ലായിരുന്നു. സാധാരണ അതിൽ അതുണ്ടെങ്കിൽ മിററിൻ്റെ ബൾജിങ് എങ്കിലും വരേണ്ടതാണ്. എനിവേ ഈ ഒരു അപ്ഡേറ്റിൽ അവർ സേഫ്റ്റി ഫീച്ചേഴ്സ്, അതായത് 6 എയർ ബാഗ്, CSP, ട്രാക്ഷൻ കൺട്രോൾ അടങ്ങിയ സാധനങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആക്കുമായിരിക്കും. അതെന്തായാലും ചെയ്യേണ്ടതാണ്. ഇപ്പോഴത്തെ നോർമൽ പഞ്ചിൽ നമുക്ക് ആകെ 2 എയർ ബാഗ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് പഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സേഫ്റ്റി എന്ന് പറഞ്ഞ് എപ്പോഴും പറയുന്ന നമ്മുടെ ടാറ്റ തന്നെ 2 എയർ ബാഗ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ശരിയാവില്ലല്ലോ. എന്തായാലും അതൊക്കെയാണ് നമുക്കിപ്പോൾ പഞ്ച് ഫേസ് ലിഫ്റ്റിനെ പറ്റി പറയാൻ പറ്റിയ കാര്യങ്ങൾ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.